എന്നെ തന്നരികിൽ ചേർക്കുവാൻ എത്രയും വേഗം വന്നിടും താൻ. പുത്തനാം ഭവനം എത്തി വിശ്രമിപ്പാൻ ആർത്തിയോടെ ഞാൻ കാത്തിരിപ്പൂ. പുത്തനാം ഭവനം എത്തി വിശ്രമിപ്പാൻ ആർത്തിയോടെ ഞാൻ കാത്തിരിപ്പൂ. എന്റെ സങ്കേതവും ബലവും ഏറ്റവും അടുത്ത തുണയും എന്തൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നും എൻ ദൈവമത്രേ. എന്തൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നും എൻ ദൈവമത്രേ. ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ അശോക് കുമാർ തിടനാട് ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. ദൈവനാമത്തിന് മഹത്വം. മോർണിംഗ് വോയിസ് ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതുല്യനാമത്തിൽ സ്നേഹാഭിവാദനങ്ങൾ അറിയിക്കുന്നു. ഇന്നത്തെ അല്പനേരത്തെ ധ്യാനത്തിന് തിരുവെഴുത്തിൽ നിന്ന് 2 വാക്യങ്ങളിലായി ഉപയോഗിച്ചിരിക്കുന്ന പദപ്രയോഗങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. എബ്രായ ലേഖനം 2-ാം അധ്യായം 10-ാം വാക്യം, എബ്രായ ലേഖനം 12-ാം അധ്യായം 2-ാം വാക്യം. ഈ 2 വാക്യങ്ങളിലും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യേകമായ പ്രവൃത്തിയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. 2:10 രക്ഷാനായകൻ എന്നാണ് ക്രിസ്തുവിനെക്കുറിച്ച് സൂചിപ്പിച്ചിരിക്കുന്നത്. 12:2 വിശ്വാസത്തിൻ്റെ നായകൻ. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിനെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്ന പ്രയോഗങ്ങളെല്ലാം തന്നെ നമ്മുടെ ആത്മീക ചിന്തകളെ ഉന്നതങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. ഈ 2 പദപ്രയോഗങ്ങളും നമ്മുടെ പ്രായോഗിക ജീവിതത്തോടും ഭാവി ജീവിതത്തോടും ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രയോഗങ്ങളാണ്. ഒരിക്കൽ നമ്മുടെ കർത്താവ് പറഞ്ഞു, ക്രിസ്തു അത്രേ നിങ്ങളുടെ നായകൻ. യഥാർത്ഥത്തിൽ ക്രിസ്തു നായകൻ തന്നെയാണ്. എന്നാൽ ആ നായകൻ എന്ന പദപ്രയോഗം ഈ 2 വാക്യങ്ങളിൽ ഉപയോഗിച്ചിരിക്കുമ്പോൾ ഒന്ന് രക്ഷാനായകൻ, മറ്റൊന്ന് വിശ്വാസത്തിൻ്റെ നായകൻ. ഈ 2 വാക്കുകൾ നമ്മുടെ ശ്രദ്ധയിലേക്ക് നാം കൊണ്ടുവന്നാൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതങ്ങളോട് ഇത്രത്തോളം ചേർന്ന് നിൽക്കുന്ന പ്രയോഗമെന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയും. അതിൽ 2-ാം അധ്യായം 10-ാം വാക്യത്തിൽ നാം ശ്രദ്ധയോടെ വായിക്കുമ്പോൾ തുടർന്നുള്ള ആശയങ്ങളിൽ നാം മനസ്സിലാക്കിയാൽ മനുഷ്യവർഗത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം പാപവും മരണവും ശത്രുവായ പിശാചുമാണ്. മനുഷ്യൻ്റെ പാപത്തെ നീക്കുവാൻ, മനുഷ്യൻ്റെ മരണത്തെ നീക്കുവാൻ, മനുഷ്യൻ്റെ ശത്രുവായ പിശാചിനെ മാറ്റുവാൻ കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പാപമോചനം വരുത്തി മരണത്തെ നീക്കി പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിച്ചു. എന്നാൽ ഈ കർത്താവ് രക്ഷാനായകനായി നിൽക്കുന്നുവെന്ന് പറയുമ്പോൾ ഇതിൽ നിന്നെല്ലാം രക്ഷിക്കുന്നവനാണ്. പാപത്തിൽ നിന്ന്, മരണത്തിൽ നിന്ന്, പിശാചിൻ്റെ തന്ത്രങ്ങളിൽ നിന്നെല്ലാം രക്ഷിക്കുന്ന കർത്താവാണ്. എന്നാൽ ഇവിടെ ആ ആശയത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന ഈ പ്രയോഗത്തിൽ മറ്റൊരു ആശയവും കൂടെ വരുന്നുണ്ട്. പാപം മാറിയാൽ, മരണം മാറിയാൽ, പിശാചിൻ്റെ അധികാരത്തിൽ നിന്ന് മാറിയാൽ ഈ ലോക ജീവിതം കഴിഞ്ഞു വരുന്ന ഒരു നിത്യതയെ സൂചിപ്പിക്കുന്ന വാക്ക് ഇവിടെ വരികയാണ്. തേജസ്സിലേക്ക് നടത്തുന്ന രക്ഷാനായകൻ. ഞാനും നിങ്ങളും ഈ ഭൂമിയിലെ അനുഭവങ്ങളെല്ലാം കഴിഞ്ഞ് കടന്നു പോകുമ്പോൾ ദൈവസന്നിധിയിലേക്കാണ് ചെല്ലുന്നത്. തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടുകൂടെയാണ് കർത്താവിൻ്റെ സന്നിധിയിൽ ചെല്ലുന്നത്. അങ്ങനെ ചെല്ലേണ്ടതിനു വേണ്ടി
നമ്മുടെ കർത്താവ് കഷ്ടമനുഭവിച്ചു എന്നാണ് ഈ വാക്യം വെളിപ്പെടുത്തുന്നത്. അപ്പോൾ എന്നെയും നിങ്ങളെയും നിത്യ തുറമുഖത്ത് പിതാവായ ദൈവത്തിൻ്റെ മുമ്പാകെ നമ്മെ തേജസ്സോടെ നിർത്തേണ്ടതിനാണ് ഈ രക്ഷാനായകൻ കഷ്ടമനുഭവിച്ചത്. കർത്താവ് നമ്മുടെ രക്ഷാനായകൻ എന്ന് പറയുമ്പോൾ തേജസ്സോടെ നമ്മെ പിതാവിൻ്റെ മുമ്പാകെ നിർത്തുന്ന കർത്താവാണ് നമ്മുടെ കർത്താവ്. രണ്ടാമത്തെ പ്രയോഗം വിശ്വാസത്തിൻ്റെ നായകൻ എന്നാണ്. ആ വാക്കിൽ അർത്ഥമാക്കിയിരിക്കുന്നത് നമ്മുടെ ഉള്ളിൽ വിശ്വാസം തരുന്നതും നമ്മളെ വിശ്വാസത്തിൽ നയിക്കുന്നതും നമ്മുടെ വിശ്വാസം പൂർത്തീകരിക്കുന്നതും നമ്മുടെ കർത്താവാണ് എന്ന് പറഞ്ഞാൽ, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ വിശ്വസിച്ച് ക്രിസ്തുവിൻ്റെ പിന്നാലെ സഞ്ചരിച്ച് ഒടുവിലത്തെ നിമിഷം വരെ വ്യക്തതയോടെ സുബോധത്തോടെ ദൈവത്തിനു വേണ്ടി വിശ്വാസത്താൽ കൊള്ളുവാൻ നമുക്ക് സാധിക്കുന്നത് നമ്മുടെ കർത്താവ് വിശ്വാസത്തിൻ്റെ നായകനായതുകൊണ്ടാണ്. അപ്പോൾ ഈ രണ്ട് വാക്കുകൾ കൂടെ ചേർത്ത് ചിന്തിച്ചാൽ, പാപത്തിൽ നിന്ന് രക്ഷിച്ച് മരണത്തിൽ നിന്ന് വിടുവിച്ച് പിശാചിൻ്റെ തന്ത്രങ്ങളിൽ നിന്ന് വിടുവിച്ച് തേജസ്സിലേക്ക് നയിക്കുമ്പോൾ അതിന് നമ്മുടെ ഭാഗത്ത് സംഭവിക്കേണ്ട അല്ലെങ്കിൽ ദൈവവുമായി അടുക്കുന്നതിന് കാരണമായിരിക്കുന്ന വിശ്വാസം, കൃപയാൽ ലഭിക്കുന്നവരായ നാം ഓരോ ദിനങ്ങളിലും വിശ്വാസത്താൽ ജീവിക്കുന്ന നാം ഒടുവിൽ ആ വിശ്വാസത്തിൻ്റെ പൂർത്തീകരണം വരുമ്പോൾ കർത്താവിൻ്റെ അടുക്കിലേക്ക് ചേർക്കപ്പെടും. പിതാവിൻ്റെ സന്നിധിയിൽ നമ്മെ പുത്രൻ നിർത്തും. എന്നാൽ പ്രിയമുള്ളവരെ, ഓരോ ദിനരാത്രങ്ങളും നാം ജീവിച്ച് മുൻപോട്ട് പോകുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായ ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് ദൈവത്തിൻ്റെ മക്കളായി തീർന്ന നാം ഓരോരുത്തരും മുൻപോട്ട് നീങ്ങുമ്പോൾ എങ്ങനെ ജീവിക്കണം, എങ്ങനെ കടന്നു പോകണം, നമ്മുടെ മുമ്പിൽ വഴി നിരത്തിക്കൊണ്ട് ഏത് പ്രതിസന്ധി ഘട്ടത്തെയും തരണം ചെയ്ത് മുൻപോട്ട് പോകുവാൻ ഒടുവിൽ നമ്മിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അതിനെ അവസാനത്തോളം തികയ്ക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മെ വിശ്വാസത്തിൻ്റെ പൂർത്തീകരണത്തിലേക്ക് കർത്താവ് എത്തിക്കും. അതുകൊണ്ട് നമ്മുടെ കർത്താവ് രക്ഷാനായകനാണ്, നമ്മുടെ കർത്താവ് വിശ്വാസത്തിൻ്റെ നായകനാണ്. രക്ഷാനായകൻ നമ്മെ തേജസ്സിലെത്തിക്കും. അതിനുവേണ്ടി കഷ്ടമനുഭവിച്ചു. വിശ്വാസത്തിൻ്റെ നായകൻ വിശ്വാസത്തിൻ്റെ പൂർത്തീകരണത്തിലേക്ക് നമ്മെ നയിക്കും. അതുകൊണ്ട് ഈ ക്രിസ്തുവിനെ നോക്കി നമുക്ക് ജീവിക്കാം, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാം. ഇതുപോലെ ഒരു നല്ല വ്യക്തിത്വം, ഇതുപോലെ മഹാദൈവം, ഇതുപോലെ രക്ഷിതാവ്, ഇതുപോലെ നമ്മെ സഹായിക്കുന്ന മറ്റൊരു വ്യക്തി പ്രഭാവമില്ലാത്തതുകൊണ്ട് ഈ രക്ഷാനായകനിൽ ആശ്രയിച്ച് വിശ്വാസത്തിൻ്റെ നായകൻ്റെ ചുവട് പിന്തുടർന്നുകൊണ്ട് നമുക്ക് മുന്നേറാം, വിജയത്തിലേക്ക് നമുക്ക് നടക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. യേശുക്രിസ്തു രക്ഷാനായകൻ, യേശുക്രിസ്തു വിശ്വാസത്തിൻ്റെ നായകൻ. പതറേണ്ട, തകരേണ്ട, തളരേണ്ട. നമ്മുടെ കർത്താവ് രക്ഷാനായകനായി വിശ്വാസത്തിൻ്റെ നായകനായി നമ്മെ തേജസ്സിലേക്ക് നയിക്കേണ്ടതിന് വിശ്വാസം തന്ന് വിശ്വാസത്തിലൂടെ നടത്തി വിശ്വാസത്തിൻ്റെ പൂർത്തീകരണത്തിലേക്ക് നയിക്കുന്ന ഈ കർത്താവിനെ പിന്തുടരാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.